ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് ഇനീഷ്യലൈസേഷനെ പറ്റിയിട്ടാണ്. അപ്പം ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിഡൻ ഡയറക്ടറി ക്രിയേറ്റ് ആവും. ആ ഹിഡൻ ഡയറക്ടറിന്റെ ഉള്ളിൽ കുറെ സബ് ഡയറക്ടറീസും ക്രിയേറ്റ് ആവും. അപ്പൊ എന്തിനാണ് ഗിറ്റ് ഈ ഒരു സബ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം വീഡിയോന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലൊക്കെ പോകും. നിങ്ങൾ ആദ്യം ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഡയറക്ടറിൻ്റെ പേര് ഗിറ്റ് എന്നാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ടറിയിലായിരിക്കും ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗിറ്റ് ബാഷ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗിറ്റ് ബാഷ് ആണ്. അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ മോർ ഓപ്ഷൻ്റെ അകത്ത് ഓപ്പൺ ഗിറ്റ് ബാഷ് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പാത്തിൽ ഗിറ്റ് ബാഷ് ഓപ്പൺ ആയിട്ട് വരും. ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ടൂളാണ്. സെപ്പറേറ്റ് ഇൻസ്റ്റലേഷൻ ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ ഗിറ്റ് ഇന്നിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഇനീഷ്യലൈസ്ഡ് empty git repository in that particular path. അത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുറകിൽ കാണുന്ന പോലെ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി അവിടെ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ബൈ ഡിഫോൾട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ബൈ ഡിഫോൾട്ട് ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറി ഹിഡൻ ആയിരിക്കും. അങ്ങനെ ഹിഡൻ ആണെങ്കിൽ നിങ്ങൾ വ്യൂവിൽ പോയിട്ട് ഷോയിൽ ഇവിടെ വിസിബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് വിസിബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഡോട്ട് ഗിറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഡയറക്ടറീസും ഫയൽസും ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫയൽസ് കാണാം, കുറച്ച് ഫോൾഡേഴ്സ് കാണാം. നമുക്ക് ഫയൽസ് എന്താണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ ഫോൾഡേഴ്സും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് ഹെഡ് എന്ന് പറഞ്ഞ ഫയൽ. ഈ ഹെഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു പോയിന്റർ ഉണ്ടാവും. ആ പോയിന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഗിറ്റിന്റെ ബ്രാഞ്ചിലാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ബ്രാഞ്ചിലേക്കുള്ള പോയിന്റർ ആയിരിക്കും ഈ പർട്ടിക്കുലർ ഹെഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇൻ നോട്ട് പാഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റഫ്സ് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ ഗിറ്റിന്റെ ബൈ ഡിഫോൾട്ട് ബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ച്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഞ്ചിന്റെ പാത്തായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫയൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എഡിറ്റ് നോട്ട് പാഡ് കൊടുക്കുക. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അൺനെയിംഡ് റെപ്പോസിറ്ററി, എഡിറ്റ് ദിസ് ഫയൽ ഡിസ്ക്രിപ്ഷൻ ടു നെയിം ദി റെപ്പോസിറ്ററി. ഇതെന്താണെന്ന് വെച്ചാൽ നോർമൽ ഗിറ്റിന്റെ ഓപ്പറേഷൻസ് ഒന്നും ഇത് ആവശ്യമില്ല. പക്ഷേ ഗിറ്റ് വെബ് UI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇവിടെ ഗിറ്റ് വെബ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗിറ്റ് വെബ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗിറ്റ് റെപ്പോസിറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഇൻ്റർഫേസ് UI ഇൻ്റർഫേസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത്. ഇത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദി വാല്യൂ ഈസ്, നമ്മളിപ്പം ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ തന്നെ ഫയൽ ഓപ്പൺ ചെയ്താൽ കണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പുതിയ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്താൽ മതി, അതവിടെ റിഫ്ലക്റ്റ് ആയിക്കോളും. പിന്നെ കോൺഫിഗ്. ഈ കോൺഫിഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ റെപ്പോസിറ്ററിൻ്റെ എന്താ പറയുക, ലോക്കൽ കോൺഫിഗറേഷൻസ്. അതിന് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഗിറ്റ് യൂസർ നെയിമും അതേപോലെ എന്താ പറയുക ഇമെയിൽ ID ചോദിക്കും. സാധാരണ നമ്മൾ അത് കോൺഫിഗർ ചെയ്യുക ഗിറ്റിൻ്റെ ഗ്ലോബൽ വേർഷൻ ആയിട്ടാണ്. അതായത് നമ്മൾ എവിടെ ഏത് റെപ്പോസിറ്ററി ഉണ്ടെങ്കിലും ആ പർട്ടിക്കുലർ ഗ്ലോബലി സെറ്റ് ചെയ്ത ഡീറ്റെയിൽസ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളത് സാധാരണ കോൺഫിഗർ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ റെപ്പോസിറ്ററിക്ക് മാത്രം ലോക്കലായിട്ട് എന്തെങ്കിലും കോൺഫിഗറേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഈ കോൺഫിഗ് എന്ന് പറഞ്ഞ ഫയലിൽ
ആ കോൺഫിഗറേഷൻ റൂള് ആഡ് ചെയ്യണം. അപ്പോൾ ഈ 3 ഫയലും എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫോൾഡേഴ്സും കവർ ചെയ്യാം. ഹൂക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഗിറ്റിൽ ഒരുപാട് ഹൂക്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോഡ് പുഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെയ്ത കോഡുകളിൽ ESLintൻ്റെ റൂൾസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കോഡ് പുഷ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ചെക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യാൻ അലോ ചെയ്യില്ല. പക്ഷേ ചെക്കെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ കോഡ് റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ആവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൂക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹൂക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ജസ്റ്റ് എ സ്ക്രിപ്റ്റ്. ഓക്കെ, ഗിറ്റിൻ്റെ ഒരു ആക്ഷൻ റണ്ണ് ചെയ്യുന്നതിന് മുമ്പ് ഇത് റണ്ണ് ചെയ്യണം, അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഹൂക്സ് എന്ന് പറയുക. ഇവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഹൂക്സിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആ ഹൂക്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ പ്രീ പുഷ് എന്ന് പറഞ്ഞ ഹൂക്സിലാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കോൺഫിഗറേഷൻ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്ന ടൈമിൽ ഈ ഫയലിൻ്റെ നെയിം ഈ ഡോട്ട് സാമ്പിൾ എന്നുള്ള ഈ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യണം. ഡോട്ട് സാമ്പിൾ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ അവിടെ ഉണ്ടെങ്കിൽ ഗിറ്റ് അതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇത് സാമ്പിളിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി പ്രീലോഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇതാണ് ഹൂക്സ്. ഇനി ഇൻഫോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് മെറ്റാഡാറ്റകളാണ്. ഇവിടെ എക്സ്ക്ലൂഡ് എന്നുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ എക്സ്ക്ലൂഡ് എന്ന ഫയൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പാറ്റേൺസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അതായത് കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത് വലിയ കാര്യമുള്ളതൊന്നല്ല, പക്ഷേ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ C പ്രൊജക്റ്റിലാണ് ഗിറ്റൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ. അതാണ് ഇവിടെ കൊടുത്തത്. ഫോർ എ പ്രൊജക്ട് മോസ്റ്റ്ലി ഇൻ C, ഫോളോയിങ് വുഡ് ബി ഗുഡ് സെറ്റ് ഓഫ് എക്സ്ക്ലൂഡ് പാറ്റേൺസ്. അൺകമന്റ് ദം ഇഫ് യു വാണ്ട് ടു യൂസ് ദം. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാഷ് എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്ത ലൈനാണ്. നിങ്ങൾക്ക് അത് C പ്രൊജക്റ്റിൽ ഈ പർട്ടിക്കുലർ പാറ്റേൺ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഇത് അൺകമന്റ് ചെയ്താൽ മതി, അത് പിന്നെ വർക്ക് ആയിക്കോളും. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഇമ്പോർട്ടൻറ്റ് ഫോൾഡേഴ്സാണ്, ഒബ്ജക്ട്സും റഫ്സും. ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഗിറ്റിൻ്റെ ബ്രെയിൻ. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ് കൊണ്ട് എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഒബ്ജക്ട്സ് അത് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പം ഗിറ്റിൽ നിങ്ങൾ എന്തൊരു സാധനം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗിറ്റിൽ 4 ടൈപ്സ് ഒബ്ജക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് ബ്ലോബ്. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ട്രീ, 3 കമ്മിറ്റ്, 4 ടാഗ്സ്. ഈ ടാഗ്സ് നമ്മളിപ്പോൾ അധികം ഫോക്കസ് ചെയ്യില്ല, കാരണം അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, അത് നമ്മൾ ലേറ്റർ വീഡിയോയിൽ കവർ ചെയ്യാം. ഫസ്റ്റ് 3 ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്, ബ്ലോബ്, ട്രീ, കമ്മിറ്റ്. അതാണ് ആ 3 ഒബ്ജക്റ്റ് ആണ് എപ്പോഴും നമ്മളൊരു ഫയൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം കമ്മിറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുക. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ സെനാരിയോ പറയാം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഫയൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആ ഫയലിൽ എന്തായാലും ഫയൽ കണ്ടന്റ് ഉണ്ടാവും. ആ ഫയൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ബ്ലോബ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഫയൽ കണ്ടന്റ് എന്ന് കൊടുക്കാം. പിന്നെ ആ ഫയൽ ഇരിക്കുന്ന ആ പർട്ടിക്കുലർ പാത്ത്, ഡയറക്ടറിന്റെ പാത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എന്തായിരിക്കും ഗിറ്റ് സ്റ്റോർ ചെയ്യുന്നത്, ട്രീ ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്ടറി പാത്ത്, അത് കുറച്ച് കാര്യങ്ങൾ വേറെയും ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിത് കോഡ് വെച്ചിട്ട് നമ്മളിത് ഡെമോ ഒന്ന് കാണിക്കും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ട്രീ, എന്താണ് ഈ ബ്ലോബ്, എന്താണ് ഈ കമ്മിറ്റ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പം കമ്മിറ്റ് മെസ്സേജ്, അതേപോലെ ഡേറ്റ് ആൻഡ് ടൈം, ആരാണ് കമ്മിറ്റ് ചെയ്തത്, ആ കാര്യങ്ങളും പിന്നെ കുറച്ച് മെറ്റാഡാറ്റ, അഡീഷണൽ മെറ്റാഡാറ്റ, ആ കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ടൈപ്പിലായിട്ടായിരിക്കും ഗിറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കമ്മിറ്റ് മെറ്റാഡാറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു ഒരു ഫയൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഓരോ ടൈമും ഓരോ കമ്മിറ്റ് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഈ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. അതായത് ബ്ലോബ് ഒബ്ജക്റ്റ്, ട്രീ ഒബ്ജക്റ്റ്, കമ്മിറ്റ് ഒബ്ജക്റ്റ്. ഈ 3 കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് ഈ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഒബ്ജക്റ്റും ഓരോ ഒബ്ജക്റ്റ് ടൈപ്പ്, അതായത് ബ്ലോബ്, ട്രീ, കമ്മിറ്റ്, ഈ ഓരോ ഒബ്ജക്റ്റ് ടൈപ്പിനും എന്തുണ്ടാവും, ഒരു SHA കീ ഉണ്ടാവും, അതായത് ഒരു ഹാഷ് കീ ഉണ്ടാവും. ഓക്കെ, ഇതിന് ഇങ്ങനെ കൊടുക്കാം: SHA key 1, SHA key 2 ആൻഡ് SHA key 3. ഓക്കെ, ഓരോ ഒബ്ജക്റ്റ് ടൈപ്പ് അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓരോ ഒബ്ജക്റ്റ് ടൈപ്പിനും ഓരോ ഹാഷ് കീസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഹാഷ് കീ ആയിരിക്കും ഇതിൽ വരുന്ന ഓരോ ഫയലിൻ്റെയും ഫയൽ നെയിമായിട്ട് ഗിറ്റ് കൊടുക്കുക. ഓക്കെ, അത്രയും ഇപ്പം മനസ്സിലാക്കി വെക്കുക. നമ്മൾ കോഡ് ചെയ്ത് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഇൻഫോ എന്നുള്ള ഡയറക്ടറി. ഇൻഫോ എന്നുള്ള ഡയറക്ടറി ഒന്നുമില്ല, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മെറ്റാ ഡാറ്റ ഓഫ് ദാറ്റ് ഒബ്ജക്ട്സ്. ഇത് റയർലി യൂസ്ഡ് ആണ്, അതുകൊണ്ട് നമ്മളിപ്പം സ്കിപ്പ് ചെയ്യാണ്. പിന്നെ പാക്ക്, ഞാൻ പറഞ്ഞു ഓരോ കമ്മിറ്റ് നടത്തുമ്പോഴും 3 ഒബ്ജക്റ്റ് ടൈപ്പും ക്രിയേറ്റ് ആവും. അപ്പോൾ 3 ഒബ്ജക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക, വലിയ പ്രൊജക്റ്റ് ആണ്, ഒരുപാട് ഫയൽസ് ഉണ്ട്, ഒരുപാട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ഒരുപാട് ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ആവും. അങ്ങനെ ഒരുപാട് ഫയൽസ് ക്രിയേറ്റ് ആവുമ്പം മെമ്മറി എഫിഷ്യൻസി കുറയും. മെമ്മറി എഫിഷ്യൻസി കുറയുന്ന വെച്ചാൽ ഗിറ്റിൻ്റെ എല്ലാ ഓപ്പറേഷൻസും സ്ലോ ഡൗൺ ആവാൻ നോക്കും. അപ്പം ഈ ഒരു കേസിൽ ഗിറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ കുറേ സാധനം എടുത്തിട്ട് ഗിറ്റ് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് കൊണ്ടുപോയിടും വിത്ത് എക്സ്റ്റൻഷൻ ഓഫ് .pack. അതിനാണ് ഈ പാക്ക് എന്ന് പറഞ്ഞ ഡയറക്ടറി ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഫോൾഡറിലേക്ക് പോകാം, ദാറ്റ് ഈസ് റഫ്സ്. റഫ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം റെഫറൻസ്. ഓക്കെ, എന്തിൻ്റെ റെഫറൻസ്? ഇവിടെ 2 ഫോൾഡർ ഉണ്ട്, ഹെഡ്സ്, ടാഗ്സ്. അപ്പം നമ്മൾ ഹെഡ്സിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി, ടാഗ്സ് ഇപ്പം ഫോക്കസ് ചെയ്യേണ്ട. ഹെഡ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കറൻ്റ്ലി എന്തായിരിക്കും, empty ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്മിറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ കമ്മിറ്റ് ചെയ്യുന്നത് ഈ ഓരോ ബ്രാഞ്ചിനും ഓരോ റെപ്സ് ഇവിടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ മാസ്റ്ററിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പം മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവും. ഇപ്പം ഫീച്ചർ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഫീച്ചർ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓരോ ബ്രാഞ്ചിനും ഓരോ ഫയൽ ഈ ഹെഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഏതാണോ ലേറ്റസ്റ്റ് കമ്മിറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബ്രാഞ്ച് അതിൻ്റെ ഹാഷ് കീ അല്ലെങ്കിൽ കമ്മിറ്റ് ഹാഷ് കീ അതിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് എന്തിനാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ലൈവ് കാണുന്ന ടൈമിൽ മനസ്സിലാവും അതെങ്ങനെയാണ് ലിങ്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗിറ്റിൻ്റെ ഇനീഷ്യലൈസേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.